സുഹൃത്തുക്കളെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പദമാണ് പാൻ സെക്ഷുവാലിറ്റി. നമ്മളെപ്പോഴും പറയുന്നത് പാൻ ഇന്ത്യൻ, ഇന്ത്യൻ മുഴുവനും എന്ന് പറഞ്ഞാൽ പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ എന്നാണ് അർത്ഥം. അപ്പോൾ പാൻ സെക്ഷുവാലിറ്റി എന്തായിരിക്കാം? ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ആൺ പെൺ ട്രാൻസ്ജെൻഡർ ഭേദമില്ലാതെ ശാരീരികമായിട്ടുള്ള അട്രാക്ഷനും പ്രണയവും തോന്നുന്ന ഒരവസ്ഥയാണ്. ആരോട് വേണമെങ്കിലും പ്രണയം തോന്നാം, ആരോട് വേണമെങ്കിലും ശാരീരികമായിട്ടുള്ള അട്രാക്ഷനും തോന്നാം. അവരൊരിക്കലും അതാണാണോ പെണ്ണാണോ ട്രാൻസ്ജെൻഡർ ആണോ ഗേ ആണോ അല്ലെങ്കിൽ അവരുടെ സെക്ഷുവാലിറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റിയോ ഒന്നും അവർക്കറിയേണ്ട കാര്യമില്ല. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നോക്കുക, അവരുടെ സ്വഭാവം നോക്കുക, അവരിൽ എന്തെങ്കിലും അട്രാക്ഷൻസ് ചിലപ്പോൾ അവർ കണ്ടെത്തുന്നുണ്ടാകാം. അങ്ങനെ ഏത് വ്യക്തിയാണെന്ന് പറയാൻ പറ്റില്ല. ഏത് വ്യക്തികളോട് വേണമെങ്കിലും പ്രണയവും ശാരീരികമായ അട്രാക്ഷനും തോന്നുന്ന വ്യക്തികളാണ് പാൻസെക്ഷൽസ്. അവരൊന്നും നോക്കാറില്ല, ആ വ്യക്തിയുടെ ഗുണം മാത്രമേ നോക്കാറുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അട്രാക്ഷൻസ് ആ വ്യക്തിയിൽ കണ്ടു കഴിഞ്ഞാൽ അവരുമായിട്ട് പ്രണയത്തിൽ ഏർപ്പെടുകയും അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അട്രാക്ഷൻസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റ് ബൈസെക്ഷൽ എന്നൊക്കെ പറയുമ്പോഴേക്കും ഒന്നുകിൽ ഒരാണിന് ആണിനോടും പെണ്ണിനോടും പ്രേമവും ശാരീരികമായ അട്രാക്ഷനും തോന്നുക, അല്ലെങ്കിൽ ഒരു പെണ്ണിന് ആണിനോടും മറ്റൊരു പെണ്ണിനോടും ശാരീരികമായ അട്രാക്ഷൻ തോന്നുക. അപ്പം അവരുടെ അട്രാക്ഷൻ അപ്പോൾ രണ്ട് തരം ആളുകളിൽ മാത്രമേ ഉള്ളൂ. ബൈസെക്ഷുവാലിറ്റി വരുമ്പോഴേക്കും, ബൈ എന്ന് പറഞ്ഞാൽ രണ്ടാണല്ലോ, പാൻ എന്ന് പറയുമ്പോഴേക്കും എല്ലാം ഉൾക്കൊള്ളും. ആരെ വേണമെങ്കിലും ഉൾക്കൊള്ളാം, ആരെ വേണമെങ്കിലും പ്രണയിക്കാം, ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. അതിൽ അവർ ഒരു രീതിയിലുള്ള ആൺ പെൺ ഒന്നും വ്യത്യാസവും നോക്കില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ആളുകളുണ്ട്, ഇഷ്ടം പോലെ. വ്യക്തികളെ മാത്രം നോക്കും. പാൻസെക്ഷലായ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ തമ്മിൽ ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന അട്രാക്ഷൻ, ശാരീരികമായ ആകർഷണം, മാനസികമായ പൊരുത്തം, ഇതൊക്കെ ആരോട് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ എന്തുകൊണ്ടായിരിക്കും പാൻസെക്ഷൽസിനെ കൂടുതൽ നമ്മൾ അറിയപ്പെടാത്തത്? കാര്യം അവർ വിസിബിൾ അല്ല. എന്തുകൊണ്ടായിരിക്കാം? കാര്യം അവർക്കിപ്പോൾ എല്ലാ ആൾക്കാരെയും ഇഷ്ടമായതുകൊണ്ട്, എല്ലാ കാറ്റഗറിയിലും ആൾക്കാരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ആ പാൻസെക്ഷൽ ആ ഒരാണിന് ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും ഇഷ്ടപ്പെട്ട് കല്യാണമൊക്കെ കഴിച്ച് കുടുംബജീവിതം ഒരു വശത്തൂടെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇപ്പുറത്ത് അവർ അടുത്തിടപഴകുന്ന പല വ്യക്തികളോടും പ്രേമം തോന്നാം, മറ്റടുപ്പങ്ങളൊക്കെ തോന്നാം. അതൊക്കെ ഒരു വശത്തൂടെ നടക്കും. സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹം പറയുന്നത് പോലെ അവർ ഒരു വശത്ത് ജീവിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ഭൂരിപക്ഷം പേരും തുറന്നു പറയില്ല. അത് രഹസ്യമട്ടം കൊണ്ടുപോയി ജീവിതം മാനേജ് ചെയ്യും. പിന്നെ ചിലരൊക്കെ വന്ന് തുറന്നു പറയാറുണ്ട്. കാരണം മെഡിക്കൽ സൈക്കോളജിക്കൽ അറിവുകളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഒരാണ് വേണമെങ്കിലും പാൻസെക്ഷൽ ആകാം, ഒരു പെണ്ണ് വേണമെങ്കിലും പാൻസെക്ഷൽ ആകാം, ഒരു ട്രാൻസ്ജെൻഡർ വേണമെങ്കിൽ പാൻസെക്ഷൽ ആകാം, അല്ലെങ്കിൽ മറ്റ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആര് വേണമെങ്കിലും ഒരു പാൻസെക്ഷൽ ആകാം. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വ്യത്യസ്തരായ ആളുകൾ നിറഞ്ഞ ഒരു ലോകമാണിത്. അതിൽ ഒരു വ്യത്യസ്തതയായിട്ട് നമുക്ക് തോന്നുന്ന കാര്യമാണ് പാൻസെക്ഷുവാലിറ്റി. പക്ഷേ അത് നോർമലാണ്.